ആരാടത്? അതാരാ? വാ നോക്കാം. നിങ്ങള് ചെക്കന്റെ സൈഡാണോ പെണ്ണിന്റെ സൈഡാണോ? ഞാൻ ആരുടെ സൈഡൊന്നുമല്ല. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മള് മറ്റുള്ളവരുടെ കല്യാണത്തിന് പോയാലേ നമ്മുടെ കല്യാണത്തിന് ആൾക്കാർ വരുള്ളൂ എന്ന്. അല്ല, നീ എപ്പോഴും പറയുമല്ലോ നിന്റെ ഡ്രസ് ഓർമ്മയുണ്ടോ, നിന്റെ ഡ്രസ് ഓർമ്മയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണാൻ വരുമ്പോൾ ഡ്രസ് നിനക്ക് ഓർമ്മയുണ്ട? ഇല്ല, ഓർമ്മയില്ല. അതാണ് നിനക്ക് എന്റെ അടുത്ത് ഇഷ്ടമല്ല, അതാണ്. അതുകൊണ്ടല്ല ഈ തീവണ്ടിക്ക് തലവെക്കാൻ പോകുന്നവര് രാജധാനിയാണോ ശതാബ്ദിയാണോ നോക്കാറില്ല. എനിക്കൊരു മെസ്സേജ് അയക്കരുത് കേട്ടോ, ഹസ്ബൻഡിന് ഭയങ്കര ഡൗട്ട് ആവുന്നുണ്ട്. ആർത്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതിന് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നിങ്ങളുടെ ഫോൺ, നിങ്ങൾക്ക് വന്ന മെസ്സേജ്, ആരാ അവള്? അതായത് ഈ ഗ്യാസിന് എന്നാ ചെയ്യണ്ടേ? അപേക്ഷ കൊടുക്കണം. കൊടുക്കുമ്പോ 2 കുറ്റിക്ക് അപേക്ഷ കൊടുക്കണം. പിന്നെ പുറകെ നടന്നാൽ കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഞാൻ വൈറ്റിലെ ഗ്യാസിന്റെ കാര്യം. വയറ്റിലാണെങ്കിലും കുണ്ടന്നൂരാണെങ്കിലും ഗ്യാസ് കിട്ടണ അപേക്ഷ കൊടുക്കണം. സുമേഷ്. ഞാൻ സുമേന്ന് വിളിക്കട്ടെ? ഓ സുമ. ഓ, നിന്റെ പേരെന്താ? സുശീല. ഓ, ഞാൻ സുശീലെന്ന് വിളിക്കട്ടെ? ഓ നോട്ടി ബേബി, ഞാൻ വിളിക്കണേ. മോളെ ഇങ്ങി വന്നേടി. എന്താ അമ്മേ? ഇങ്ങി വാ, വന്ന് ഈ കറിക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കിക്കേ. ആ നോക്കാം. നോക്കിക്കേ ഉപ്പ് കൂടി പോയോന്ന്. ഇട്ടപ്പോ കൂടി പോയോന്നൊരു ഡൗട്ട്. നോക്കട്ടെ. ചൂടുണ്ടേ നോക്കണേ. നമ്മള് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അവരൊക്കെ വന്നതല്ലേ, അവർക്കൊക്കെ കറി ഇഷ്ടപ്പെടണ്ടേ. ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാ കൂടുതലാണോ? കൂടുതലാണോന്ന് ചോദിച്ചാ കുറവാണോ? കുറവാണോന്ന് ചോദിച്ചാ ചേട്ടാ എന്തേലും ഒന്ന് പറ. എരിവ് നല്ലോണം ഉണ്ടോ? എരിവുണ്ടോന്ന് ചോദിച്ചാ എരിവും പുളിയൊക്കെ ഉണ്ടോ? പുളിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാ നല്ല ആളെയാ ഞാൻ രുചി നോക്കാൻ വിളിച്ചത്. ഉപ്പ് നോക്കാൻ പറഞ്ഞൂടാ, ഒരു തേങ്ങ നോക്കാൻ അറിഞ്ഞൂടാ. ഇതിനൊക്കെ എന്നാ ചെയ്യാനാന്ന് പറയണേ. അമ്മേ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, വലിയ കണ്ടുപിടുത്തം. പോയടി അവിടുന്ന്. എന്താ നിന്റെ വിഷമം? അമ്മയ്ക്ക് അച്ഛനുണ്ട്, പെങ്ങൾക്ക് അളിയനുണ്ട്, എനിക്ക് ആരുമില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. മോളെ കല്യാണക്കാരൊക്കെ എന്തായി? വീട്ടിലൊന്നും സെറ്റ് ആവുന്നില്ല അമ്മാവാ. എന്ത് മോളെ, വരുന്ന കണ്ട ആമ്പിള്ളേർക്കൊന്നും നിന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല, ആമ്പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേന്ന്? ആമ്പിള്ളേർക്കല്ല, എനിക്കാ ഒന്നിനും ഇഷ്ടപ്പെടാത്തത്. വരുന്ന എല്ലാവരും മാക്കാച്ചി മോന്തയുള്ള കൊരങ്ങന്മാര്. ഞാനൊരു സുന്ദരി കുട്ടിയില്ലേ അമ്മാവാ, അപ്പൊ എനിക്ക് മാച്ച് വന്നിട്ട് പയ്യൻ വേണ്ടേ? വിമല, വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ? വന്നല്ലോ. എത്രയാ? 1252 രൂപ. 1252 രൂപയോ? ഞങ്ങളുടെ വീട്ടിൽ എത്രയാണെന്ന് ചോദിക്ക്. എത്രയാ? 500 രൂപയോ? പിന്നെ ചേട്ടാ, എന്റെ ഒരു കൂട്ടുകാരിയുണ്ടേ, ഷൈനി. ഷൈനി എന്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണുമെന്ന്. കണ്ണി കണ്ടവര്? അല്ല ഏട്ടാ, കണ്ണി കൊണ്ടവരെ. കണ്ണിൽ എന്തോ ഉണ്ടല്ലോ. കണ്ണിൽ അല്ല, കണ്ണിൽ എന്തോ ഉണ്ട് ഏട്ടാ. അല്ല, അങ്ങനെ എന്തോ ഉണ്ടല്ലോ കണ്ണി. കണ്ണി കണ്ട ദൈവം ഭർത്താവ്. ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചെന്ന ഭർത്താവിന്റെ കുറ്റസമ്മതം. ഹൈദരാബാദിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കുക്കർ എവിടാണെന്നും അറിഞ്ഞൂടാ, നിക്കർ എവിടാണെന്നും അറിഞ്ഞൂടാ. ബേബി കൺഗ്രാറ്റുലേഷൻസ്, നിന്റെ ഗവൺമെന്റ് ജോലിയുടെ പേപ്പർ ഒക്കെ ക്ലിയർ ആയില്ലേ? പിന്നെ എന്റെ അച്ഛനമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. ആ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബുക്ക് ഞാൻ അയച്ച. എന്തിന്? അതെന്താന്നറിയോ, ഇപ്പൊ എന്റെ വീട്ടുകാര് കല്യാണത്തിന് സമ്മതിക്കണില്ല. ഇപ്പൊ അവര് പറയുന്നത് പെൺകുട്ടിക്ക് സർക്കാർ ജോലി കാണുന്നു. അപ്പൊ ഇരുന്ന് പഠിച്ചോ. നമ്മൾ പെണ്ണുങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിനക്ക് എന്താണ് ഇവിടെ ഇത്ര പണിയെന്നല്ലേ? വെളുപ്പിനെ കോഴി കൂവണനും എണീറ്റ് കോട്ടുമായിട്ട് പറഞ്ഞ കോഴിയുടെ മുഖത്തൊക്കെ കൊഞ്ഞനം കാണിച്ച് അരി അടുപ്പത്തിട്ട് ചായയും കാപ്പിയും കറി എല്ലാം ഉണ്ടാക്കി കൃത്യസമയത്ത് കുട്ടികളെ സ്കൂളിലും കെട്ടിയവനെ ജോലിക്കും അയച്ച് അലക്കി തൂത്ത് തുടച്ച് മീൻകാരൻ മജീദൊക്കെ വരുമ്പം അങ്ങേരടുത്ത് വായിട്ടലച്ച് 2 നത്തോലിയെങ്കിലും എക്സ്ട്രാ വാങ്ങി കറി വെച്ച് ബാക്കി എടുത്ത് പൊരിച്ചിട്ട് കോഴിക്കൂട്ടി പോയി കോഴി മുട്ട ഇട്ടാൻ നോക്കുമ്പോ അത് അപ്പുറത്തെ സുധാകരന്റെ വാഴപ്പണയിൽ ഇട്ട് വെച്ചിരിക്കും. പിന്നെ മതിൽ ചാടിപ്പോയി അതും എടുത്ത് തിരിച്ചു പറഞ്ഞ വയ്ക്ക് ആരും കാണാതെ നാളത്തേക്ക് കറി വെക്കാൻ വേണ്ടി ഒരു വാഴക്കൂമ്പ് ഒടിച്ചോണ്ട് വെച്ച് അലക്കിയതെല്ലാം മടക്കി ഇസ്തിരിയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാവും. പിന്നെ ഓടിപ്പോയി വിളിച്ചോണ്ട് വന്ന് കഴിപ്പിച്ച് കുളിപ്പിച്ച് പഠിപ്പിച്ച് വിളക്കൊരുക്കി കത്തിച്ചിട്ട് രാത്രിക്കുള്ള എന്തേലും ഉണ്ടാക്കാൻ നോക്കുമ്പോ ഒരാൾക്ക് ചപ്പാത്തി, ഒരാൾക്ക് പൂരി. ഇത് മാറി മാറി പരത്തിക്കൊണ്ടിരിക്കുമ്പോ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയ ഭർത്താവ് ടി വി ഇരുമ്പോ കാല് നീട്ടി ഇരുന്നിട്ട് റിമോട്ട് എവിടെയെന്ന് ചോദിക്കും. ഞാൻ കണ്ടില്ല മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചോദ്യമാണ്, നിനക്കെന്താണ് ഇവിടെ ഇത്ര മലമറിക്കണം? ഞാനിന്ന് ശരിക്കും ചമ്മിപ്പോയി. നിന്റെ അതേ ഫേസ് കട്ട്, നിന്റെ അതേ ഹെയർ സ്റ്റൈല്. ഞാൻ നീയാന്ന് വെച്ചിട്ട് നിന്റെ പേര് വിളിച്ചപ്പോ
അത് തല ചൊറിഞ്ഞിട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് ഒറ്റ ചാട്ടം. നീ എവിടെ പോണ്? ഞാൻ മാർക്കറ്റ് വരെ പോകുന്നു. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ. ഞാൻ സ്കൂട്ടിയിലല്ല പോണ, ഞാൻ യൂബർ വിളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നിന്റോടെ അല്ല പറഞ്ഞത്, നിന്റെ നാക്കിന്റെ ഓടെയാണ് പറഞ്ഞത്. നിങ്ങളല്ലേ പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. എന്തും ചെയ്യുന്ന പറഞ്ഞാലേ വില്ലന്മാര് നിന്നെ പിടിക്കാൻ വന്ന അവന്മാരെ അടിച്ചിടും. ഏതെങ്കിലും ഭീകരജീവി നിന്നെ പിടിക്കാൻ വന്ന അത് നിന്നെ രക്ഷിക്കും. അല്ലാതെ പാത്രം കഴുകും തുണി അലക്കുന്നൊന്നുമല്ല. അതായത് ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷെ എനിക്ക് തേന് മാത്രം ഇഷ്ടമല്ല. ഭയങ്കര ഡയറ്റിംഗ് ഫുഡല്ലേ? എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ചയുടെ വായിന്നല്ലേ ഈ തേനൊക്കെ അത് ശേഖരിച്ചിങ്ങനെ വെക്കുന്നത്. അപ്പൊ എനിക്ക് അത് കഴിക്കുമ്പം അതിന്റെ വായിന്നാണല്ലോ ഈ തേനിങ്ങനെ എടുത്തതും അതൊക്കെ എനിക്ക് ഓർക്കുമ്പോ ഇങ്ങനെ ഓക്കാനം വരും, ഒരു ഇറിറ്റേഷൻ, ഭയങ്കര ഛർദില്. എനിക്ക് അറിയില്ല, മുട്ട ഇഷ്ടമാണ്. അതാകുമ്പോ വായി നല്ലല്ലോ വരുന്നത്, വേറെ സൈഡാണ് വായുള്ള വിഷയം. ഞാനാ ചെറുക്കൻ. പെണ്ണിന് എത്ര വയസ്സായിട്ടുണ്ടാവും? 27 ആയിക്കണു. താത്ത ഇച്ചി 27 അല്ല, ആ പെണ്ണ് ഏതാണ്? ഞാൻ തന്നെയാണ്. പെരക്കാർക്ക് എന്നെ കെട്ടിച്ചണെന്നൊരു കൂട്ടുമല്ല. കണകുണ വർത്താനം പറയാതെ എനിക്ക് കെട്ടാൻ പറ്റൂ, എന്നെ കെട്ട്. എടാ നീ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ ലൂസിയുടെ ഒരു രഹസ്യം പറയാം. ഇല്ലടി പറയത്തില്ല, നീ പറ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്ന രഹസ്യം നീ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾ അറിയാൻ പാടില്ല. ഇല്ലടി, ഞാൻ അറിയാത്ത പോലെ അഭിനയിച്ചോളാം. ആ ഓക്കെ. എടാ ലൂസിയുടെ ലവ് ബ്രേക്കപ്പ് ആയിടി. ആണോടി? പിന്നെ അല്ലാതെ. എന്റെ പൊന്നോ, ഞാൻ ഇപ്പൊ ചിരിച്ചു ചാവും. എടാ ഈ കാര്യം നീ അറിഞ്ഞത് അവൾ അറിയരുത് കേട്ടോ. ഇല്ലടി, ഉറപ്പ്. മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടടി. എന്താടി ലൂസി, എന്ത് പറ്റിയടി? നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എടി ഓവർ ആക്കല്ലേ. ഇത് മോളെ, എന്റെ ലവ് ബ്രേക്കപ്പ് ആയിടി. അയ്യോ ആണോടി? എന്നാ പറ്റിയതാടി? പറയടി, എന്നാ പറ്റിയതാ? എന്തൊരു കഷ്ടമായത്. എടാ നീ കരയുന്ന കണ്ടാത്തൊന്നും നിന്റെ ലവ് ബ്രേക്കപ്പ് ആയെന്ന്. എടി നീയല്ലേ പറഞ്ഞ അറിയാത്ത പോലെ അഭിനയിക്കാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഓവറാക്കി ചളക്കാക്കണോ? എങ്ങനാടി നിങ്ങൾ ബ്രേക്കപ്പ് ആയേ? എന്തൊരു നല്ല കപ്പിൾസ് ആയിരുന്നു നിങ്ങൾ. നീ പറയുന്ന കേൾക്കുമ്പോ എന്നെ കളിയാക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. നീ മുന്നേ തന്നെ ഈ ന്യൂസ് അറിഞ്ഞിട്ട് എന്നെ കളിയാക്കുവല്ലേ? ഇല്ലടി, ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടുന്ന് എന്നോട് മിണ്ടണ്ട. ഷടാ, ഇപ്പൊ സമാധാനമായില്ലേ? നിന്റെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ തോന്നി ഇത് ചളവാകുന്നു. വാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? വാ വെച്ചിട്ടോ? ചക്ക. ചക്കയോ? ആ ഇതിലെവിടെയാ വാ? പിന്നെ ഞാൻ മൂക്ക് വെച്ചിട്ടാണോ പറഞ്ഞേ? ഒരു സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു ഭർത്താവിന്റെ പേരെന്താന്ന്. അപ്പൊ ഈ ഗോപാലപിള്ള പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ. ഗോപാലപിള്ളന്ന്. ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും, പെണ്ണുങ്ങൾക്ക് എന്ത് കേട്ടാ കൊടുക്കുന്നേ? പെണ്ണുങ്ങൾക്ക് കൊരങ്ങന എന്റെ വായനോലൊക്കെ അതെന്താ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത്? ചേട്ടൻ അവിടെ അപ്സരസ് ഇവിടെ അപ്സരസ്, എനിക്ക് ഇവിടെയും കുറങ്ങൻ